ഒന്ന് ആലോചിച്ചു നോക്കൂ. 1400 വർഷങ്ങൾക്ക് മുമ്പ്, 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് റസൂലുള്ള പറയാണ്, ഏതാനും സമയങ്ങൾക്ക് ലോകം അവസാനിക്കാൻ സാധ്യതയുണ്ട്. കാരണം സൂറിങ്ങനെ ചുണ്ടിൽ വെച്ചുകൊണ്ടാണ് ഇസ്രാഫീൽ നിൽക്കുന്നത്. വളരെ ശ്രദ്ധയോടെ നിൽക്കുകയാണ്. എപ്പോഴാണ് സൂറിൽ ഊതുന്നതെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് എനിക്ക് എങ്ങനെ സുഖിക്കാൻ പറ്റും? അപ്പൊ നബി തങ്ങളോട് സഹാബത്ത് ചോദിക്കുക, അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ഞങ്ങൾ എന്തു വേണം? നിങ്ങൾ ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ ചൊല്ലിക്കോളാൻ പറഞ്ഞു. 1400 വർഷം കഴിഞ്ഞിട്ട് ലോകം അവസാനിച്ചില്ല. ഇനിയും ഒരുപാട് നാൾ നീണ്ടുപോകുമെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഇനിയും ഒരുപാട് നാൾ നീണ്ടു പോകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരു ധാരണ നിങ്ങൾക്കുണ്ടോ? എനിക്കുണ്ടോ? സഹോദരങ്ങളെ, ഏത് സമയത്തും അത് സംഭവിക്കാം. അള്ളാഹു അതിന് ആ ലോകാവസാനത്തിന് മുമ്പ്, നമ്മളൊക്കെ മരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു നന്മ നമ്മുടെ ജീവിതത്തിന്റെ ബാക്കി പത്രമായി ചെയ്തു വെക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിനുവേണ്ടി പരിശ്രമിച്ചോളി. അതിനുവേണ്ടി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ജീവിതം മാറ്റിവെച്ചോളിൻ. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ഓതേണ്ട ഒരു ദുആയാണ് നബി തങ്ങൾ പഠിപ്പിച്ചത്. ലോകാവസാനം എന്ന പ്രതിസന്ധിക്ക് അപ്പുറം ഏത് പ്രതിസന്ധിയാണുള്ളത്? ഇപ്പൊ നമ്മുടെ നാട്ടില്, കേരളത്തില് ഒരു ചെറിയ പ്രളയം ഉണ്ടായപ്പോ, ചെറുതെന്നല്ലാതെ പിന്നെന്താന്ന് പറയാ? ചെറുതെന്ന് പറഞ്ഞാൽ നന്നേ ചെറുത്, ഏറ്റവും ചെറിയ അതായത് ട്രയലിന് വേണ്ടിയിട്ട് മുല്ലപ്പെരിയാറും ഇടുക്കിയും അതുപോലെ ഉപഡാമുകളും ഒരു ചെറിയ ട്രയലിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഉയർത്തിയപ്പോഴേക്ക് സെക്കൻഡിൽ 20 ലക്ഷം ലിറ്റർ വെള്ളം ദിശ മാറി ഒഴുകി. ചെറിയ പരീക്ഷണം, ചെറുത്, വളരെ ചെറുത്. അത് വന്നപ്പോഴേക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊക്കെ എന്താ പറഞ്ഞത്? നിങ്ങൾ ആരെങ്കിലും കരുതി ഇതുപോലെ നമ്മൾ ഒരുമിച്ച് കൂടുമെന്ന്? ഉറപ്പിച്ചില്ലേ നമ്മളൊക്കെ ഇനി ഇങ്ങനെ ഒരു സംഗമം ഉണ്ടാവുകയില്ല, ഇനി നമുക്ക് പരസ്പരം ആരെയും കാണാൻ പറ്റില്ല? കാരണം 10-20 വർഷം വിദേശ രാജ്യത്ത് അറബിയുടെ വീട്ടിൽ അടിമവേല ചെയ്തിട്ട് ഉണ്ടാക്കിയ സമ്പാദ്യം മുഴുവനും നോക്കിക്കൊണ്ട് നിൽക്കുമ്പോ വെള്ളത്തിൽ ഒളിച്ചു പോകുന്നത് കണ്ടിട്ട് നെഞ്ച് പെടഞ്ഞ എത്ര ആളുകളാണ് തന്റെ കൂടപ്പറപ്പുകൾ വെള്ളത്തിൽ ഒലിച്ചു പോകുന്നത് കണ്ടിട്ട് നിറകണ്ണുകളോടെ നോക്കി നിന്ന എത്ര ആളുകളാണ്. നിങ്ങൾ നോക്കി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പരീക്ഷണം ചെറുതു വന്നു. ആ ചെറിയ പരീക്ഷണം വന്നപ്പോ നമ്മളൊക്കെ എല്ലാവരും എന്തായി? രാഷ്ട്രീയ വൈരാഗ്യങ്ങൾ മാറ്റി, സംഘടനാ വൈവിധ്യങ്ങൾ മാറ്റി, സംഘടനാ സങ്കുചിതത്വ മനോഭാവങ്ങൾ മാറ്റി, എല്ലാവരും ഒറ്റക്കെട്ടായി. അല്ലേ? എല്ലാവരും ഒറ്റക്കെട്ടാണ്. എന്തൊരു സൗഹാർദ്ദമായിരുന്നു. ആർക്കും കൊടി പൊക്കണ്ട, ആർക്കും പോസ്റ്റർ കാണിക്കണ്ട, ആർക്കും ഫ്ലക്സ് ഉയർത്തണ്ട, ഒന്നും വേണ്ട. ഒരുമിച്ച് കറുത്തവനും വെളുത്തവനും, ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും, ഏത് പാർട്ടിക്കാരനും ഏത് സംഘടനക്കാരനും എല്ലാവരും ഒരുമിച്ച് ഒരു തളികയിലേക്ക് കൈയിട്ട് വാരി കഴിക്കുകയാണ്. അള്ളാഹുവിന്റെ ഒരു ചെറിയ പരീക്ഷണം വന്നപ്പോ എന്റെ സഹോദരങ്ങളെ, ലോക അവസാനം എന്ന് പറയുന്നത് അതുപോലെയാണോ? ആകാശം പൊട്ടിയങ്ങ് വീഴും, നക്ഷത്രങ്ങൾ തകർന്നിങ്ങ് താഴെ വീഴും, കടലിലെ വെള്ളങ്ങൾ മുഴുവന് കത്തിക്കപ്പെടും, തീയാവും. ഈ പർവ്വതങ്ങളൊക്കെ അപ്പുപ്പൻ താടി പോലെ പാറി പറന്ന് നടക്കും. ഇതാണ് ലോകാവസാനത്തിന്റെ അടയാളങ്ങൾ. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ആ സമയത്ത് ഭൂമി കിടുകിടാ വിറപ്പിക്കപ്പെടും. അന്ന് ഇതിനകത്തുള്ളത് സർവ്വതും പുറന്തള്ളപ്പെടും. ആളുകൾ നോക്കുമ്പോൾ സ്വർണത്തിന്റെ കൂമ്പാരമാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഈ ഭൂമിയുടെ അടിത്തട്ടിൽ മുഴുവനും സ്വർണത്തിന്റെ കനികളാണ്. അത് മുഴുവനും പുറന്തള്ളിയിട്ട് നമ്മുടെ പള്ളിയുടെയും വീട്ടിന്റെയും മുമ്പിലൊക്കെ ഇങ്ങനെ കുന്നുകൂടി സ്വർണത്തിന്റെ വലിയ വലിയ കട്ടികൾ കിടക്കുകയാ. അത് കണ്ടിട്ട് നമ്മൾ പറയും, ഇതിനു വേണ്ടിയിട്ടല്ലേ നമ്മൾ തമ്മി തല്ലിയത്, ഇതിനു വേണ്ടിയിട്ടല്ലേ ഞാൻ എന്റെ ഭാര്യയെ കൊണ്ടുവന്നങ്ങ് ആക്കിയത്, ഇതിനു വേണ്ടിയിട്ടല്ലേ ഞാൻ ഒരുത്തനെ കൊന്നത്, ഇതിനു വേണ്ടിയിട്ടല്ലേ ഞാൻ മറ്റുള്ളവനോടൊക്കെ ഷൗട്ട് ചെയ്തത്. ഇപ്പൊ ഇതാർക്കും വേണ്ട. എന്തൊരു കാര്യമാണ്. കാലൽ ഇൻസാനു മാലഹ, എന്തുപറ്റി എന്ന് പറയുന്ന ആ ലോകാവസാനം അല്ലാതെ ഏതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി? ഒന്നുമല്ല. അപ്പൊ നമ്മൾ പറയേണ്ട ദിക്ർ ഏതാ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. നബി തങ്ങൾ പറഞ്ഞു, ഖൂലു ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. അല്ലാഹു നമുക്ക് ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, വളരെ സെക്കൻഡുകൾ കൊണ്ട് ലോകം അവസാനിക്കുമെന്ന് പറയുമ്പോൾ ചില അടയാളങ്ങൾ വരാതെ ലോകം അവസാനിക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആ അടയാളങ്ങൾ പറഞ്ഞത് 1400 കൊല്ലങ്ങൾക്ക് മുമ്പാണ്.
അന്ന് ഈ പറയുന്ന അടയാളങ്ങളൊന്നും ഇല്ല. നബി തങ്ങൾ പറഞ്ഞു ഇന്ന ഇന്ന അടയാളങ്ങൾ ഉണ്ടായാൽ അത് ലോകാവസാനത്തിന്റെ അടയാളമാണ്. ആ അടയാളങ്ങൾ തീർച്ചയിൽ തീർച്ച ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കാൻ. അങ്ങനത്തെ 2-3 കാര്യങ്ങൾ ഞാൻ പറയാം ഇൻഷാ അല്ലാഹ്. നമുക്ക് രക്ഷപ്പെടാനുള്ള ചില മാർഗങ്ങളൂടെ നമുക്ക് വിശദീകരിക്കണ്ടേ. അള്ളാഹു തൗഫീക്ക് തരട്ടെ. ഹബീബായ നബി തങ്ങൾ പറയുകയാണ് ലാ തഅതി അലന്നാസി സമാൻ യഅതി അലന്നാസി സമാൻ. ഒരു കാലം വരാനുണ്ട്, ഒരു സമയം വരാനുണ്ട്. ആ സമയം ഏതെന്നറിയോ? യജ്തമിഊന ഫീഹി വയുസല്ലൂന ഫിൽ മസാജിദി. ആളുകൾ തിങ്ങിക്കൂടിയിട്ട് പള്ളികളിൽ നമസ്കരിക്കാൻ വേണ്ടി വരുന്ന കാലമാണ്. ആളുകൾ പരസ്പരം ഒരുമിച്ച് കൂട്ടുന്നതാണ്. ആളുകൾ പരസ്പരം ഒരുമിച്ച് കൂടുന്നതാണ്. ഹബീബായ നബി തങ്ങൾ പറയുകയാണ് യജ്തമിഊന ഫീ. ആളുകൾ എല്ലാവരും സംഗമിക്കുന്നതാ, എല്ലാവരും ഒരുമിച്ച് കൂടുന്നതാണ്. എന്നിട്ടോ വയുസല്ലൂന ഫിൽ മസാജിദി. അല്ലാഹുവിന്റെ പള്ളികളിൽ നമസ്കാരം നടക്കുന്നതാണ്. അല്ലാഹുവിന്റെ പള്ളികളിൽ പോയി നിസ്കരിക്കുന്നതാണ്. സഹോദരങ്ങളെ, ശ്രദ്ധയോടെ ഈ ഹദീസ് നിങ്ങളൊന്ന് കേൾക്കണേ. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാ. ആദരവായ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഈ പറയുന്ന സംഭവം നമ്മുടെ മഹല്ലിലില്ലേ, നമ്മുടെ നാട്ടിലില്ലേ, നമ്മുടെ നാടുകളിലില്ലേ? സഹോദരങ്ങളെ, ലോകം അവസാനമായി അന്ന് നമുക്ക് മനസ്സിലാക്കിക്കൂടെ? ഇനി എന്തിനാണൊരു വൈകൽ? ഇനി എന്തിനാണൊരു പിന്തൽ? നമുക്ക് നന്മയിലേക്ക്, സുഹൃതങ്ങളിലേക്ക് നമുക്ക് സുസജ്ജമായ നിലയിൽ കടന്നു വന്നൂടെ? ഈ അനുഗ്രഹീതമായ കൂട്ടായ്മയിൽ നിങ്ങൾക്കൊന്ന് അണിനിരന്നൂടെ? ഇതിനെ നിങ്ങൾക്കൊന്ന് പ്രോത്സാഹിപ്പിച്ചുകൂടെ? കാരണം ലോകാവസാനത്തിന്റെ അടയാളങ്ങൾ ഹബീബായ തങ്ങൾ പറഞ്ഞത് യഅതി അലന്നാസി സമാൻ. ഒരു കാലം വരാനുണ്ട്, ഈ ഒരു കാലം വരാനുണ്ട്, ഒരു സമയം വരാനുണ്ട്. ആ സമയം വന്നാൽ യജ്തമിഊന ഫീഹി. ആളുകൾ ഒരുമിച്ച് കൂടുന്നതാണ്. യുസല്ലൂന ഫിൽ മസാജിദി. അവര് പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നവരാ. ഇന്ന് പള്ളിയിലെ നിസ്കാരക്കാർക്ക് കുറവുണ്ടോ? ഇന്ന് പള്ളിയിലെ നോമ്പുകാർക്ക് കുറവുണ്ടോ? ഇന്ന് പള്ളിയിലെ ഹജ്ജിന് പോകുന്നവർക്ക് കുറവുണ്ടോ? ഹജ്ജിന്റെ കോട്ടകൾ ഗവൺമെന്റ് വെട്ടിക്കുറയ്ക്കുകയാ. ഉംറയ്ക്ക് പോകുന്നവരുടെ എണ്ണം കൂടിയപ്പോൾ എത്തെല്ലാം നിയമങ്ങളാണ് വെച്ചത്. 3 വർഷത്തിൽ ഒരിക്കൽ പോയിട്ടുള്ള ഒരാൾക്ക് വീണ്ടും പോകണമെങ്കിൽ 40,000 രൂപ അഥവാ 2,000 റിയാല് കൊടുക്കണമെന്നാണ്. സഹോദരങ്ങളെ, ഞാൻ ഉംറയ്ക്ക് പോയാൽ 3 വർഷം കഴിഞ്ഞേ പോകാൻ പാടുള്ളൂ. അതിനു മുമ്പ് ഞാൻ പോണമെന്ന് വാശി പിടിച്ചാൽ 2,000 സൗദി റിയാല് കൊടുക്കണം. അഥവാ ഇന്ത്യൻ റുപ്പി 40,000 രൂപ അഡീഷണൽ ആയിട്ട് ചാർജ് ചെയ്യപ്പെടുകയാ. എന്തിനാണ്? സൗദി ഗവൺമെന്റിന് പൈസ കിട്ടാനല്ല, ആളുകളുടെ ഒഴുക്കൊന്ന് കുറയ്ക്കാനാ. അത്രത്തോളം ആളുകളാണ് ഇന്ന് ഉംറയ്ക്ക് പോകുന്നത്. അത്ര ആളുകളാണ് പള്ളിയിൽ നിസ്കാരത്തിന് വരുന്നത്. എത്ര പള്ളികളാണ് പുനർനിർമ്മാണം നടത്തപ്പെടുന്നത്? ഉസ്താദേ, പള്ളി വിപുലീകരിക്കണം, പുറം പള്ളി കൂടി അകം പള്ളിയാക്കുകയാ. അതിന്റെ മുകളിൽ കൂടി എടുക്കുകയാണ്, ഷീറ്റ് ഇടുകയാണ്. അതിന്റെ വടക്കേ പുറത്തും തെക്കേ പുറത്തും കൂടി ഒരു ഷീറ്റ് ഇറക്കിയിടുകയാണ്. ആളുകൾ വരുമ്പോ നിസ്കാരത്തിന് സൗകര്യമില്ലത്രേ. നമസ്കാരത്തിന് ആളുകൾ കുറവില്ല. നോമ്പിന് കുറവുണ്ടോ? പണ്ട് റമളാൻ മാസങ്ങളിൽ നോമ്പ് പിടിച്ചിട്ട് ഇഫ്താർ നടത്തിയ ആളുകളാ. ഇന്ന് പല പള്ളികളിലും സുന്നത്ത് നോമ്പുകളിൽ ഇഫ്താറുണ്ട്. മേറാജിന്റെയും ബറാത്തിന്റെയും താസുഅയുടെയും ആശൂറയുടെയും അറഫയുടെയും ബറാത്തിന്റെയും ദിവസങ്ങളിൽ പള്ളികളിൽ ഇന്ന് നോമ്പ് തുറയാണ്. കാരണം സജീവമാണ്, ആളുകൾക്ക് നോമ്പുണ്ട്. തിങ്കളും വേടനും നോമ്പ് പിടിക്കുന്നവരുടെ എണ്ണം കൂടുതലാ. തഹജ്ജുദും ളുഹായും മുടക്കാത്ത ആളുകളാ. ദിക്ർ ഹൽക്കകളും മജ്ലിസുൻ നൂറുകളും സംഘടിപ്പിക്കുന്ന ആളുകളാ. കേരളത്തിൽ തന്നെ കുമ്പള, കാസർഗോഡ് മുതൽ ഇങ്ങ് കന്യാകുമാരി വരെ ഒരു ദിവസം ഏറ്റവും കൂടുതൽ, ഏറ്റവും കുറഞ്ഞ് 25 പ്രസംഗമെങ്കിലും നടക്കുകയാ. സഹോദരങ്ങളെ, പ്രസംഗങ്ങൾക്ക് കുറവില്ല, ആളുകൾക്ക് കുറവില്ല, ഒന്നിനും കുറവില്ല. പക്ഷേ നബി തങ്ങൾ പറയുകയാണ് അവസാന കാലം വന്ന പള്ളികളിലെ നിസ്കാരത്തിന് ആളുകൾ കൂടും, നോമ്പ് പിടിക്കാൻ ആളുകൾ കൂടും, ഹജ്ജിനും ഉംറയ്ക്കും ധാരാളം ആളുകൾ വരും. പക്ഷേ വലൈസ ഫീഹിം മുഅ്മിനോ, അവരിൽ
മുഅ്മിനീങ്ങൾ കാണൂല, അവരിൽ വിശ്വാസമുള്ളവർ കാണൂല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ തിരുവചനമാണ്, മുത്തുനബിയുടെ തിരുവചനങ്ങളാണ്. ആ കാലം ഇതല്ലേ? ചിന്തിച്ചു നോക്ക്. ഇന്നാരക്കാരെയാണ് വിശ്വാസമുള്ളത്? 2000 റുപ്പിക 2000 റുപ്പിക ദിവസം വരുമാനമുള്ള ചെറിയ പെട്ടിക്കടയിൽ പോലും 20,000 രൂപയുടെ CCTV ക്യാമറയാണ്. കാരണം മുതലാളിക്ക് തൊഴിലാളിയെ വിശ്വാസമില്ല. എന്റെ സഹോദരങ്ങളെ, വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. തിരുവനന്തപുരം സെൻട്രൽ ജുമാ മസ്ജിദിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. ആ പള്ളിയിൽ മാത്രം 37 ക്യാമറയാണ്. എന്റെ സഹോദരങ്ങളെ, എവിടെയും അങ്ങനെ തന്നെ. ആർക്കും ആരെയും വിശ്വാസമില്ലാത്ത കാലമാണ് ഇന്ന്. പള്ളിയിൽ ആളുകൾ വരുന്നതിന് കുറവുണ്ടോ? ആളുകൾ നോമ്പ് പിടിക്കുന്നതിന് കുറവുണ്ടോ? പക്ഷേ വിശ്വാസം അവരുടെ ഹൃദയത്തിലില്ല. ഈമാനില്ലാത്ത കൗമാണി എന്ന് പഠിപ്പിച്ചതാരാ? ഇന്നേവരെ കള്ളം പറഞ്ഞിട്ടില്ലാത്ത ആമിനാടെ പൊന്നുമോ നബി മുഹമ്മദ് മുസ്തഫ. സഹോദര